കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2852. ആരംഭം മുതലേ കൊലയാളിയും നുണയനും നുണകളുടെ പിതാവും പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവനുമായ സാത്താനിലൂടെ പാപവും മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ലോകത്തെ മുഴുവൻ, പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്ന സാത്താൻ, നുണയനും നുണയുടെ പിതാവും കൊലയാളിയുമായ സാത്താൻ, ആ സാത്താനിലൂടെ പാപവും മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപവും മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപം ചെയ്തു, അതുകൊണ്ടാണ് മരണം ഉണ്ടാകുന്നത്. മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ടാണ് മരിക്കുന്നത്. അവൻ്റെ അന്തിമ പരാജയത്തിലൂടെ സൃഷ്ടി മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവനിൽ നിന്ന് സ്വതന്ത്രരാകും. അവിടെ പറയാം, അവൻ്റെ അന്തിമ പരാജയത്തിലൂടെ സൃഷ്ടികൾ മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജീർണതയിൽ നിന്ന് സ്വതന്ത്രരാകും. അവൻ്റെ അന്തിമ പരാജയം. അവൻ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ പരാജയപ്പെട്ടവനാണെങ്കിലും സാത്താൻ ഈ ഭൂമിയിൽ ശക്തമായിട്ട് ഇന്ന് പ്രവർത്തിക്കുകയാണ്. അന്തിമ പരാജയം സംഭവിക്കുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സാത്താൻ്റെ അന്തിമ പരാജയം സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. അതേക്കുറിച്ച് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ഒരു വചനം വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. അവിടെ ആ വചനം ശ്രദ്ധിച്ചു. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാവട്ടെ, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാചാവട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ ഗന്ധകാഗ്നി തടാകത്തിൽ, അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. പിശാചിന് അവസാനം വെച്ചിരിക്കുന്ന വിധി ഇതാണ്. ഹല്ലേലൂയ. പിശാചിന്റെ വിധിയാണിത്. ഹല്ലേലൂയ. എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. പിശാച് നിത്യകാലത്തേക്ക് പീഡിപ്പിക്കപ്പെടുമെന്നാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC 2853. നമുക്ക് ജീവൻ നൽകാനായി യേശു സ്വമനസാൽ തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത മണിക്കൂറിൽ, അതായത് നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി യേശു തൻ്റെ ജീവനെ വിട്ടുകൊടുത്ത മണിക്കൂറിൽ ഈ ലോകത്തിൻ്റെ അധിപന്റെ മേൽ, വചനം വെളിപാട് 14:30, ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എന്നാൽ അവന് എൻ്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് പിശാചാണ്. ഇവിടെ പറയാണ്, ഈ ലോകത്തിൻ്റെ അധിപന്റെ മേൽ ഒരിക്കൽ എന്നേക്കുമായി വിജയം വരിച്ചു കഴിഞ്ഞു. സാത്താന്റെ മേൽ യേശു കുരിശിൽ വിജയം വരിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ വിധി. ഈ ലോകത്തിൻ്റെ അധിപൻ പുറന്തള്ളപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ അധിപൻ, അത് പിശാചാണ്, അവൻ പുറന്തള്ളപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സാത്താൻ മുട്ടുമടക്കും. ആ നാമം കേൾക്കുമ്പോൾ അവൻ ഭയന്ന് പറയ്ക്കും. ഹല്ലേലൂയ. സാത്താൻ എന്ന് പറയുന്നത് ഒരു സത്യമാണ്. വഴി തെറ്റിപ്പോയ മാലാഖമാര് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ മാലാഖമാര് പിശാചുക്കളായി അവർ ഈ ഭൂമിയിൽ ഇങ്ങനെ
കറങ്ങി നടക്കുകയാണ്. അലറുന്ന സിംഹത്തെ പോലെ പിശാച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ അതേക്കുറിച്ച് വായിക്കുന്നുണ്ട്. വെളിപാട് 12-ാം അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചനങ്ങൾ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വചനങ്ങളാകട്ടോ. ഇതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ഇനി ചിലർ പഠിപ്പിക്കുന്നുണ്ട് പിശാചില്ല, അത് തിന്മ, അത് ഒരു തോന്നലാണ് എന്നൊക്കെ പറയുന്ന ഉന്നതരായ ആളുകളുണ്ട്. അതൊന്നും ശരിയായ കാര്യമല്ല. കത്തോലിക്ക സഭ ആധികാരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിശാചുണ്ടെന്ന്. യേശു പിശാചിനെ പുറത്താക്കിയ 100 കണക്കിന് സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. ആരാടി സർപ്പം? ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച ആ പുരാതന സർപ്പം, ഹവ്വായെ പറ്റിച്ച സർപ്പം. ഹല്ലേലൂയ. സാത്താൻ പിശാചുകളുടെ തലവൻ. സാത്താൻ സർപ്പത്തിൻ്റെ ആ രൂപത്തിലാണ് ഹവ്വായെ വന്ന് പറ്റിക്കുന്നത്. സർപ്പന്റ് സാത്താൻ. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. ഈ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സർപ്പത്തോട് പോരാടി എന്നാൽ മൊത്തം 11 തവണ സർപ്പം എന്ന് പറയുന്നുണ്ട്. വെളിപാട് 12-ാം അധ്യായത്തിൽ സർപ്പന്റ്, അത് സാത്താനെ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. ആദിമാതാപിതാക്കളെ പറ്റിച്ച ആ സർപ്പം, ആ ലൂസിഫർ, മാലാഖമാരുടെ തലവനായിരുന്നു. ലൂസിഫർ ഭയങ്കര സംഗീതജ്ഞനായിരുന്നു, വലിയ പാട്ടുകാരനായിരുന്നു സ്വർഗത്തിലെ. ലൂസിഫറാണ് ഈ സർപ്പത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്ന് ഇവരെ പറ്റിക്കുന്ന ലൂസിഫറാണ് സാത്താൻ്റെ നേതാവ് എന്ന് പറയുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുന്നതേക്കുറിച്ച് ഞാൻ പഴയ നിയമത്തിലെ എസെക്കിയേലിലും യെശയ്യായിലും വചനമുണ്ട്. അതോട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഹല്ലേലൂയ. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു, എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. മനസ്സിലായോ? സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവർക്ക് സ്വർഗത്തിൽ ഇടമില്ല, ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. മിഖായേലുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. അവനോട് കൂടെ അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. ഹല്ലേലൂയ. മിഖായേലുമായിട്ടുള്ള യുദ്ധത്തിൽ സർപ്പവും അവൻ്റെ കൂടെയുള്ളവരും പരാജയപ്പെട്ടു. അവർ തോറ്റു. അവർ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ ഈ ഭൂമിയിലാണ് ഇപ്പോൾ പിശാച് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത്. ഭൂമിയിൽ മാത്രമല്ല, ഭൂമിയിൽ, അന്തരീക്ഷത്തിൽ, ഓഷൻസ്, അതോ ഭാഗങ്ങളിൽ എല്ലാം സാത്താൻ്റെ പ്രവർത്തനമുണ്ട്. അതൊരു അദൃശ്യ ലോകത്തിൻ്റെ ഒരു വലിയ മേഖലയാണ്. അതേക്കുറിച്ച് വിശദമായിട്ട് പറയാനുള്ള സാഹചര്യമില്ല. ഞാൻ ചിലപ്പോൾ ഡെലിവറൻസിൻ്റെ ധ്യാനങ്ങളൊക്കെ നടത്താറുണ്ട്. എന്നാൽ ഫുൾ ടോപ്പിക്ക് ഈ മേഖലയെക്കുറിച്ചാണ് പറയാറുള്ളത്. ഇത് നമ്മളൊന്ന് തിരിച്ചറിയുക. പിശാചും അവൻ്റെ ദൂതന്മാരും ഇന്ന് ഈ ഭൂമിയിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 609 ദൈവേഷ്ടത്തിന് പരിപൂർണ വിധേയത്വം നൽകുന്ന ദൈവദാസനായി യേശു സ്വയം ആവിഷ്കരിക്കുന്നു. ഇങ്ങനെ പിശാചിന്റെ മേൽ പരിപൂർണ വിജയം നേടിയവനാണ് യേശു. പിശാചിന്റെ മേൽ യേശു പരിപൂർണ വിജയം നേടിക്കഴിഞ്ഞു. അതാണ് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധിയിൽ ഒരുക്കത്തിലാണ്. സാത്താനെ ബഹിഷ്കരിച്ചാൽ സാത്താൻ വിട്ടുപോകും. അടുത്ത വചനം പറയുന്നു, അതിനോട് ചേർന്ന് പറയുകയാണ്, പൂർണ്ണ വിജയം നേടിയവനാണ് യേശു. കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ച് ബന്ധിക്കുന്നു. കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു.
മർക്കോസ് 3:27. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യുവാൻ ആദ്യം അവനെ ബന്ധിക്കണം. ബന്ധിച്ചെങ്കിലേ കവർച്ച നടത്താൻ കഴിയൂ. ഹല്ലേലൂയ. സാത്താനെ ബന്ധിക്കണം. ഇവിടെ പറയുകയാണ്, കൊള്ള മുതൽ തിരികെ പിടിക്കുന്നതിന്. കൊള്ള മുതൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഏത് വിധത്തിലാണ് നഷ്ടപ്പെട്ടത്? അതിൻ്റെ പിന്നിൽ സാത്താൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു തരും. ഇവിടെ പറയുക, കൊള്ള വസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു. നിന്റെ കുടുംബത്തിൽ രോഗം വിതയ്ക്കുന്ന, ശാപം വിതയ്ക്കുന്ന, തകർച്ച വിതയ്ക്കുന്ന, മറ്റു പല വിധത്തിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന പൈശാചിക അരൂപികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടാനായിട്ട് പോകുക. നിരന്തര രോഗങ്ങൾ, ചില കുടുംബത്തിൽ ആത്മഹത്യ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, എന്തെല്ലാം വിഷയങ്ങളാണ് ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പൈശാചിക അരൂപികൾ ഉണ്ട്. ഹല്ലേലൂയ. ഒരു കുഞ്ഞുദാഹരണം പറയാം. 10, 20, 22 ഒക്കെ മക്കളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കാനായിട്ട് വരും. അങ്ങനെ വന്നിട്ട് ഞാൻ ഇവിടെ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക കുറവുകളുണ്ടോ? ഡോക്ടർമാർ പറഞ്ഞിട്ട് ചിലർക്ക് ഒരു ശാരീരിക കുറവില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ശരീരത്തിന് ഒരു കുഴവില്ല, കൗണ്ടുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഓക്കെയാണ്, മക്കളില്ല. എന്താ അതിൻ്റെ കാരണം? എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണമുണ്ട്. അതായത് അവരുടെ മേൽ വന്ധ്യതയുടെ ദുരാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത കൊടുക്കുന്ന ദുരാത്മാവ്. ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങൾ പിറക്കത്തില്ല. വന്ധ്യത ദുരാത്മാവ് ആ ഗർഭപാത്രത്തെ ബന്ധിച്ചിരിക്കുക, അല്ല ഇവനെ ബന്ധിച്ചിരിക്കുക, മക്കളുണ്ടാവത്തില്ല. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു. എനിക്ക് പരിചയമുള്ളതാണ്. 2 വർഷം കഴിഞ്ഞ് മക്കളില്ല. ഇവരെ കണ്ടപ്പോൾ ചോദിച്ചു, മക്കളില്ലേ? മക്കളൊന്നും ആയില്ല. ഞാൻ അവരോട് സംസാരിച്ചു. 2 പേർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആദ്യമേ ഈ സഹോദരിക്ക് വേണ്ടി ആ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചു, വന്ധ്യതരാത്മാരെ ബന്ധിച്ചു. ഒരൊറ്റ പ്രാർത്ഥന. അവൾ അടിച്ച് താഴെ വീണു. അടിച്ച് തറ കിടക്കുക. ഞാൻ ഭർത്താവ് പിടിക്കാൻ തുടങ്ങി. ഞാൻ തൊടണ്ട, അവിടെ കിടക്കണമെന്ന് പറഞ്ഞു. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞു. എനിക്കതിന് 10 മിനിറ്റ് കിടന്നു. എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, മോളെ നിനക്കെന്താ അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ ശരീരത്തിലൂടെ ഒരു ശക്തി കടന്നുപോയി. അടുത്ത അവൾ പറഞ്ഞത് എന്താണെന്നറിയോ? അത്ഭുതപ്പെടുന്നവരെ, എൻ്റെ വയറ്റിൽ നിന്ന് ഒരു തവള പോലെ എന്തോ ഒരു ജീവി ചാടിപ്പോയി. ഒരു തവള പോലെ എന്തോ ഒരു ജീവി എൻ്റെ വയറ്റിൽ നിന്ന് ചാടിപ്പോയെന്നാണ് ഇവൾ പറഞ്ഞത്. ഉണ്ട്, നമുക്ക് ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. പിറ്റേ മാസം അവൾ ഗർഭിണിയായി. ഇപ്പോൾ 2 പെൺമക്കൾ, കുട്ടികളിപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്നു. വന്ധ്യതയുടെ ദുരാത്മാവുണ്ട്. വന്ധ്യതയുടെ കൗണ്ട് വർദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ പല കാരണങ്ങൾ, പല രോഗത്തിൻ്റെ കാരണങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഉണ്ട്. മക്കളില്ല, വിവാഹം കഴിച്ചവർക്ക്. ഉറപ്പാണ് ഈ മേഖലയിൽ വിടുതൽ കിട്ടിയാൽ മക്കളുണ്ടാവും, കൗണ്ട് വർദ്ധിക്കും. വരണ്ട ഗർഭപാത്രങ്ങളിൽ, വന്ധ്യത നിറഞ്ഞ ഗർഭപാത്രങ്ങളിൽ കുഞ്ഞുങ്ങൾ പിറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും സംശയിക്കണ്ട. എനിക്ക് 100 കണക്കിന് അനുഭവങ്ങൾ ഈ മേഖലയിൽ പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് വന്ധ്യതയുള്ളവർ നിലവിളിച്ചിട്ട് കാര്യമില്ല. ശരിക്കും ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന, ഗിഫ്റ്റുള്ളവരിൽ നിന്ന് പ്രാർത്ഥന കിട്ടുമ്പോൾ സംഭവം പിശാച് ബന്ധിക്കപ്പെടും, താമസമില്ല, ഗർഭം ധരിക്കും, കുഞ്ഞുണ്ടാകുകയും ചെയ്യും. ഇനി മറ്റൊന്ന്, 3 തവണ ഗർഭിണിയായി, 4 തവണയായി, 5 തവണയായി, ഇങ്ങനെ അബോർഷൻ 4 മാസം, 5 മാസം, 6 മാസം. ഈയിടെ അടുത്ത എനിക്കൊന്ന് ഒരു വർഷത്തിന് മുമ്പ് ഒരു സഹോദരി വന്നു, 6 തവണ അബോർഷൻ, നോർമൽ അബോർഷൻ എന്നൊക്കെയാണ്. ഞാൻ അവൾക്ക് ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൊടുത്തു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഗർഭപാത്രത്തിൽ പറഞ്ഞു, ഇനി അബോർഷൻ സൃഷ്ടിക്കുന്ന ദുരാത്മാവെ ഈ ഗർഭപാത്രത്തെ വിട്ട് പുറത്തു പോകാൻ പറഞ്ഞ് ഒരൊറ്റ പ്രാർത്ഥന യേശു നാമത്തിൽ. അവൾ അടിച്ച് അവിടെ തറയിൽ കിടന്നു. അവൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ബ്രദറെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയി, ഞാൻ ഫ്രീ ആയെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ വയറിങ്ങനെ എന്തോ ഇങ്ങനെ കുലുങ്ങുന്ന പോലെ എന്തൊരു അനുഭവമൊക്കെ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തുമാവട്ടെ, അടുത്ത തവണ ഇതേ ഗർഭിണിയായി. ഇപ്പോൾ ഇതേ മിടുക്കൻ ഒരു കുട്ടി, ഒരു കുഴപ്പമില്ല. പിന്നെ അബോർഷനില്ല.
അവൾ ഗർഭപാത്രത്തില് അബോർഷൻ സൃഷ്ടിക്കുന്ന ഒരു പിശാചുണ്ട് എന്ന് തിരിച്ചറിയണം. ജീവനെ നശിപ്പിക്കുന്ന ഒരു പിശാച്. ഹല്ലേലൂയ. പറഞ്ഞാൽ ഇതുപോലെ സംഭവങ്ങൾ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഡെലിവറൻസിൻ്റെ മേഖല ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 414. ഇത് സത്യയോടെ കേൾക്കണം കേട്ടോ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഇത് വളരെ ശക്തമായ ഒരു കാര്യമാണ്. സാത്താൻ അഥവാ പിശാച്, അടുത്തത് മറ്റ് ദുർഭൂതങ്ങൾ. ഹല്ലേലൂയ. സാത്താൻ അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. സാത്താൻ അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. മറ്റു ദുർഭൂതങ്ങളുണ്ടോ? ഉറപ്പല്ലേ, ദുർഭൂതങ്ങളുണ്ട്. ഇതൊക്കെ ചുമ്മാ നിസ്സാരമാക്കിയിട്ട് കാര്യമില്ല. സാത്താൻ ആരാധന ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ശരിക്കും സാത്താനെ ആരാധിക്കുന്ന ധാരാളമായിട്ടുണ്ട്. ഇതൊക്കെ അപകടമാണ്. ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും ധിക്കരിക്കുവാൻ അവർ സ്വതന്ത്രരായി തീരുമാനിച്ചു. സാത്താൻ ദൈവത്തെയും അവിടുത്തെ പദ്ധതി ധിക്കരിക്കുവാൻ. ദൈവത്തിനെതിരെയുള്ള അവരുടെ തീരുമാനം അന്തിമമാണ്. ദൈവത്തിനെതിരായുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ നിരന്തരം പരിശ്രമിക്കുന്നു. ഉണ്ടോ? ദൈവത്തിന് എതിരെയുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ നിരന്തരം പരിശ്രമിക്കുന്നു. സാത്താൻ നിരന്തരം ദൈവത്തിന് എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന് ഏതെങ്കിലും വിധത്തിൽ മനുഷ്യനെയും അതിനകത്ത് ഉൾപ്പെടുത്തി മനുഷ്യനെ കൊണ്ട് പാപം ചെയ്ത് തിന്മ ചെയ്ത് ദൈവത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് നിരന്തരം പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് നമുക്ക് നല്ല ഒരു അവബോധമുണ്ടാവണം. സാത്താൻ ആരാണെന്നും അവൻ്റെ പ്രവർത്തനം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നേറണം. സാത്താനെയും അവൻ്റെ കോട്ടകളെയും തകർക്കാൻ തക്കവണ്ണം അഭിഷേകം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.